ഇന്ന് നമ്മൾ പറയുന്നത് വാക്സിനേഷൻ ഷെഡ്യൂളുകളെ കുറിച്ചാണ്. അതായത് ഗവൺമെന്റിൽ ഏതൊക്കെ വാക്സിൻസ് ഉണ്ട്, പ്രൈവറ്റിൽ ഏതൊക്കെ വാക്സിൻസ് ഉണ്ട്, അതൊക്കെ ഏതെല്ലാം പ്രായത്തിലാണ് നൽകേണ്ടത്. അപ്പോൾ ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പെന്നും പേപ്പറും കയ്യിൽ വെച്ചാൽ നല്ലതായിരിക്കും. കാരണം ഓരോ പ്രായത്തിലും ഏതൊക്കെ കൊടുക്കുന്നു പറയുന്നത് നിങ്ങളൊന്ന് എഴുതി വെച്ചാലേ മനസ്സിലാവുള്ളൂ. കാരണം മുമ്പോട്ട് ഡിസ്കഷൻ പോകുന്ന സമയത്ത് നമ്മൾ പഴയ 6 വീക്സിലുള്ളതും 10 വീക്സിലുള്ളതൊക്കെ തിരിച്ചു പറയുന്ന അവസരത്തിൽ നിങ്ങൾ മറിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഒരു പെന്നും പേപ്പറും വെച്ചിട്ട് ഈ ഡിസ്കഷൻ കേൾക്കാനിരിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങുന്നത് അറ്റ് ബർത്തിലാണ്. ജനിക്കുന്ന സമയത്ത് ഏതൊക്കെ വാക്സിൻസ് ഉണ്ട്? ജനിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് 3 വാക്സിൻസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി, ഓറൽ പോളിയോ, BCG. അതിൽ ഗവൺമെന്റിലും പ്രൈവറ്റിലും ഒരേപോലെ തന്നെയാണ്. ഈ 3 വാക്സിനും നിങ്ങൾ ഡിസ്ചാർജ് വാങ്ങുന്നതിന് മുമ്പ്, കുഞ്ഞ് ജനിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങുന്നതിന്റെ മുമ്പേ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. ഇനി അടുത്തത് കുട്ടിക്ക് 6 ആഴ്ച, അതായത് 1.5 മാസം പ്രായമുള്ളപ്പോഴാണ് അടുത്ത വാക്സിൻ വരുന്നത്. അതിൽ ഗവൺമെന്റിലാണെങ്കിൽ പെൻഡാവാലന്റ്, ഓറൽ പോളിയോ തുള്ളിമരുന്നായി നൽകുന്ന പോളിയോ, റോട്ട വയറിളക്കത്തിനുള്ള, IPV ഇഞ്ചക്ട് ചെയ്യുന്ന പോളിയോ, PCV നമ്മുടെ ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിൻ. ഇതാണ് ഇങ്ങനെ 5 വാക്സിൻസ് ആണ് ഗവൺമെന്റിൽ ഈ സമയത്ത് ഉള്ളത്. പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രൈവറ്റിൽ കൊടുക്കുന്ന വാക്സിൻസ് പെൻഡ, റോട്ട, IPV, PCV ഏകദേശം ഗവൺമെന്റ് പോലെ തന്നെയാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഗവൺമെന്റിൽ കൊടുക്കുന്ന ഈ തുള്ളിമരുന്നായി നൽകുന്ന പോളിയോ പ്രൈവറ്റ് കൊടുക്കുന്നില്ല. അപ്പം അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇനി 10 വീക്സിൽ ഗവൺമെന്റില് പെൻഡ, OPV, റോട്ട അതിന്റെ നമ്മൾ നേരത്തെ കൊടുത്ത ഈ മുമ്പ് കൊടുത്ത അതേ വാക്സിൻസിന്റെ ആദ്യത്തെ 3 സെക്കൻഡ് ഡോസ്, അവസാനത്തെ 2 IPVയും PCVയും നമ്മൾ 10 വീക്സിൽ ഗവൺമെന്റിൽ കൊടുക്കുന്നില്ല. അതാ ഡിഫറൻസ് ഉള്ളൂ. അപ്പം ഗവൺമെന്റിൽ മുമ്പ് കൊടുത്ത അതേ വാക്സിൻ തന്നെ, പക്ഷെ 2 മിസ്സിംഗ് ആണ്. പ്രൈവറ്റില് നമ്മൾ 1.5 മാസം, അതായത് 6 ആഴ്ചയിൽ ഏതാണോ കൊടുത്തത് അതന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെയൊക്കെ സെക്കൻഡ് ഡോസ്. അപ്പൊ പ്രൈവറ്റില് 6 ആഴ്ചയും 10 ആഴ്ചയും തമ്മിൽ ഡിഫറൻസ് ഇല്ല. ഗവൺമെന്റിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. 6 ആഴ്ച കൊടുത്ത 5 3 നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് 10 ആഴ്ച കൊടുക്കുന്നുള്ളൂ. അപ്പൊ 2 വാക്സിൻ മിസ്സിംഗ് ആണ്. ഇനി 14 ആഴ്ചയിൽ നമ്മൾ 6 ആഴ്ചയിൽ എന്ത് കൊടുത്തോ അതേ ഫുൾ 5 ഡോസും അതിന്റെ അടുത്ത ഡോസുകളായിട്ടാണ് കൊടുക്കുന്നത്. അതായത് പെൻഡ, OPV, റോട്ട, IPV, PCV. അതിൽ IPVയും PCVയും എന്താവും? സെക്കൻഡ് ഡോസാ കൊടുക്കുക. കാരണം എന്താ? അവിടെ നമ്മൾ 10 വീക്സിൽ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ സെക്കൻഡ് ഡോസ് ആണ് ഈ 14 വീക്സിൽ വരുന്നത്. ബാക്കിയുള്ളതിന്റെ ഒക്കെ തേർഡ് ഡോസ് ആണ് 14 വീക്സിൽ വരുന്നത്. പ്രൈവറ്റിൽ വ്യത്യാസമില്ല. പ്രൈവറ്റില് 6, 10, 14 ഒരേ വാക്സിൻ തന്നെ 4 കുത്തിവയ്പ്പുകൾ. അതിൽ 4 എന്ന് പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ പെൻഡ എന്ന് പറയുന്നത് 5 കുത്തിവയ്പ്പുകളുടെ ഒരുമിച്ച് നൽകുന്ന ആട്ടോ. അതിൽ പ്രൈവറ്റിൽ പക്ഷെ പെൻഡ ആയിട്ടല്ല കൊടുക്കുന്നത്, DPT ആയിട്ടും പിന്നെ ഹിബും ഹെപ്പറ്റൈറ്റിസും സെപ്പറേറ്റും ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ പെൻഡ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് 5 അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ കിട്ടുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം കുട്ടിക്ക് 1.5 മാസം, 2.5 മാസം, 3.5 മാസം ഇത്രയും വരെയുള്ള മനസ്സിലായല്ലോ. അപ്പം അത്രയും വരെയുള്ളത് ഒന്ന് ഷോർട്ടായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റില് 1.5-ലും 2.5-ലും 3.5-ലും ഒരേ വാക്സിൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഡോസായി കൊടുക്കുന്നു. ഗവൺമെന്റിൽ 1.5 മാസത്തിലും 3.5 മാസത്തിലും ഒരേ ഷെഡ്യൂളാണ്. നടുക്ക് 2.5 മാസത്തിൽ 2 വാക്സിൻസ് മിസ്സിംഗ് ആണ്. അത് PCVയും IPVയും മിസ്സിംഗ് ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് 6 മാസം നോക്കാം. ഇനി അടുത്ത ഡോസ് 6 മാസത്തിലാണ് വരുന്നത്. അതിൽ 6 മാസത്തിൽ ഗവൺമെന്റിൽ വാക്സിൻ ഇല്ല. പ്രൈവറ്റിലോ 2 വാക്സിൻസ് ഉണ്ട്. ഒന്ന് ഇൻഫ്ലുവൻസ, ജലദോഷത്തിനുള്ള ഈ നമ്മുടെ ഫ്ലൂ ഒക്കെ പറയില്ലേ അത്. 2 ടൈഫോയിഡ്. അപ്പൊ ഈ ടൈഫോയിഡിനെ കുറിച്ചും ഇൻഫ്ലുവൻസയെ കുറിച്ചും സെപ്പറേറ്റ് നമ്മൾ വീഡിയോ അടുത്ത സെഷൻസിൽ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തൽക്കാലം അതിന്റെ ടൈം എപ്പോഴാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി 9 മാസം. 9 മാസത്തില് ഗവൺമെന്റിൽ കൊടുക്കുന്നത് PCVയുടെ ബൂസ്റ്റർ ആണ്. PCV നമ്മൾ 1.5 മാസത്തിലും 3.5 മാസത്തിലും ഓൾറെഡി ഗവൺമെന്റിൽ കൊടുത്തു. അതിന്റെ ബൂസ്റ്റർ വരുന്നത് 9 മാസത്തിലാണ്. പിന്നെ MR 2 അസുഖങ്ങൾക്കെതിരെയുള്ള കുത്തിവയ്പ്പ്. ഏതൊക്കെയാ? മീസിൽസ്, റുബല്ല. പിന്നെ IPV ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന പോളിയോയുടെ തേർഡ് ഡോസ്. പിന്നെ വൈറ്റമിൻ എ ഒരു വാക്സിൻ അല്ല, മറിച്ച് അത് ഒരു പോഷകമാണ്, നമ്മുടെ വൈറ്റമിൻസ് ആണ്. അത് വാക്സിനേഷന്റെ കൂടെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് റെഗുലറായി 6 മാസത്തെ ഇടവേളകളിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ വാക്സിനേഷന്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പാരന്റ് അത് മിസ് ചെയ്യൂല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ 9 മാസത്തിൽ പ്രൈവറ്റിൽ ഏതാ വാക്സിൻ ഉള്ളത്?
നമ്മൾ ഗവൺമെന്റിൽ കൊടുത്ത ഈ MR ഉണ്ടല്ലോ, ആ MRന് പകരം പ്രൈവറ്റിലുള്ളത് MMR ആണ്. ഒരു M അവിടെ കൂടുതലാണ്. ഏതൊക്കെയാ? മീസിൽസ്, റുബല്ല അവിടെ ഉണ്ട്, അതിന്റെ കൂടെ ഒരു എമ്മും കൂടി മംസ്, അതായത് മുണ്ടിനീരിനെതിരെ ഉള്ള വാക്സിൻ. അപ്പം പ്രൈവറ്റിൽ നിങ്ങൾ MR എടുത്താൽ മുണ്ടിനീരിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടൂല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിൽ പോയിട്ട് MMRന് എടുക്കണം. അപ്പൊ അത് എങ്ങനെ കൊടുക്കാം, എപ്പോഴൊക്കെയാ ഡോസ് എന്നുള്ള ഇതിനെ കുറിച്ച് വരുന്ന സെഷൻസിൽ നമ്മൾ MMRന്റെ സെപ്പറേറ്റ് ക്ലാസ് വരുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ എ. അപ്പൊ 9 മന്ത് മനസ്സിലായല്ലോ. ഇതൊന്ന് എഴുതി വെക്കുക 9 മന്തിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. ഇനി 12 മന്തില് ഗവൺമെന്റിൽ വാക്സിൻ ഇല്ല, പ്രൈവറ്റിൽ ഒരു വാക്സിൻ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ, മഞ്ഞപ്പിത്തം. അതാണ് 12 മാസം. 15 മാസത്തിൽ വീണ്ടും ഗവൺമെന്റിൽ വാക്സിൻസ് ഇല്ല, പ്രൈവറ്റിൽ MMRന്റെ രണ്ടാമത്തത്. നമ്മൾ MMR ഗവൺമെന്റിൽ എപ്പോഴാണ് ആദ്യം കൊടുത്തത്? 9 മന്ത് ആകുമ്പോഴാണ് നമ്മൾ ആദ്യം MMR കൊടുത്തു. അതിന്റെ രണ്ടാമത്തെ വരുന്നത് 15ലാണ്. പിന്നെ വാരിസെല്ല, ചിക്കൻ ബോക്സ്, പിന്നെ PCVയുടെ ബൂസ്റ്റർ. ഇപ്പൊ ഗവൺമെന്റിൽ പ്രൈവറ്റിൽ PCVന്റെ ബൂസ്റ്റർ വരുന്നത് 15 മാസത്തിലും ഗവൺമെന്റിൽ PCV ബൂസ്റ്റർ വരുന്നത് 9 മാസത്തിലുമാണ്. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കസ്, നമ്മുടെ ന്യൂമോണിയ ഒക്കെ ഉണ്ടാക്കുന്ന രോഗമാണ്. അപ്പൊ 15 കഴിഞ്ഞല്ലോ, അത് എഴുതി വെച്ചല്ലോ. ഇനി അടുത്തത് 16 to 24, അതായത് 1.5 തൊട്ട് 2 വയസ്സിന് ഇടക്ക് ഏത് സമയത്തും പോയി എടുക്കാം. ഇന്ന സമയമൊന്നുമില്ല, 1.5യുടെയും 2ന്റെ ഇടക്ക് പോയി എടുക്കാൻ പറ്റുന്ന വാക്സിൻസ്. അത് ഗവൺമെന്റിൽ നമുക്ക് എടുക്കാനുള്ളത് DPT. ഈ DPT ആരാണെന്ന് മനസ്സിലായില്ലേ? നമ്മളെ പെൻഡാവാലന്റ്. പെൻഡയിൽ നമുക്ക് 5 വാക്സിൻസ് ഉണ്ടല്ലോ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. ഇങ്ങനെ 5 വാക്സിൻസ് ആണ് പെൻഡയിലുള്ളത്. അതിൽ ആദ്യത്തെ 3 നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും 16 തൊട്ട് 24 വരെ കൊടുക്കുന്നുണ്ട്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. പിന്നെ പോളിയോ തുള്ളിമരുന്ന്, MRന്റെ 2, മീസിൽസ് റുബല്ലയുടെ രണ്ടാമത്തെ ഡോസ്. പിന്നെ വൈറ്റമിൻ എ. പിന്നെ ജെയ് എന്ന് പറഞ്ഞാൽ ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് ആണ്, അതായത് ജപ്പാൻ ജ്വര എന്ന് പറയുന്നത്. പക്ഷെ എല്ലായിടത്തും കൊടുക്കൂല, ചില ഇടങ്ങളിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രിവാൻഡ്രം, ആലപ്പുഴ പോലെ ഉള്ള ആ അസുഖം കാണുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഗവൺമെന്റ് അത് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പ്രൈവറ്റിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കുന്നില്ല. അത് അങ്ങനെ പ്രോൺ ആയിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് പ്രൈവറ്റുകാരും പാരന്റ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പം 16 to 24 പ്രൈവറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? ഗവൺമെന്റ് പോലെ തന്നെ DPT, അതേ DPT ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി, ഹിബ്. അത് പെൻഡയിൽ 5 വാക്സിൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. DPT, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി, ഹെപ്പറ്റൈറ്റിസ് ബി. അതിലെ ആ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി ആണ് ഇവർ വീണ്ടും കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1.5 തൊട്ട് 2 വയസ്സ് വരെ പെൻറ്റാവാലന്റിലെ 4 വാക്സിൻസ് വീണ്ടും പ്രൈവറ്റുകാർ എടുക്കുന്നുണ്ട്. പക്ഷെ ആ പെൻറ്റാവാലന്റിലെ 3 വാക്സിൻസ് മാത്രമാണ് ഗവൺമെന്റിൽ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം DPT, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി, ഇങ്ങനെ 5 വാക്സിൻസ് ആണ് പെൻറ്റാവാലന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ 6, 10, 14 കൊടുത്തു. അത് റിപ്പീറ്റ് ചെയ്തിട്ട് അതിന്റെ 3 മാത്രം ഗവൺമെന്റിലും അതിന്റെ 4 പ്രൈവറ്റിലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓർത്താൽ മതി, ഈ പേരുകൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഒന്നാണ് ഇഞ്ചക്ട് ചെയ്യുന്ന പോളിയോ. അടുത്തതാണ് ഹെപ്പറ്റൈറ്റിസിന്റെ, മഞ്ഞപ്പിത്തത്തിന്റെ രണ്ടാമത്തെ ഡോസും ചിക്കൻ ബോക്സിന്റെ രണ്ടാമത്തെ ഡോസും ഈ പ്രായത്തിലാണ് വരുന്നത്. 16ന്റെ 24ന്റെ അടക്കാണ് വരുന്നത്. അടുത്ത 4 തൊട്ട് 6 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഗവൺമെന്റിൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ആ DPT വീണ്ടും വരുന്നു. പ്രൈവറ്റില് ആ DPTന്റെ കൂടെ ഇഞ്ചക്ട് ചെയ്യുന്ന പോളിയോയും MMRന്റെ 3rd ഡോസും വരുന്നുണ്ട്. അത്രയും മനസ്സിലായല്ലോ. ഈ 10 വയസ്സിൽ ഗവൺമെന്റില് ഈ DPT കണ്ടില്ലേ, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അതിലെ ഡിഫ്തീരിയയുടെയും ടെറ്റനസിന്റെ മാത്രം വാക്സിൻസ് ഗവൺമെന്റിൽ കൊടുക്കും. പക്ഷെ പ്രൈവറ്റുകാർ വീണ്ടും DPT റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ സർവിക്കൽ ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ. അപ്പൊ ഇത്രയാണ് നമ്മൾ 10 to 12 ഇയർ വരെ ഉള്ള സമയത്ത് കൊടുക്കുന്നത്. അപ്പം ഇനി അടുത്തത് ഉള്ളത് 16 വയസ്സിലാണ്. അതിന് നമ്മൾ അഡോളസെന്റ് വാക്സിനേഷൻ ആയിട്ടാണ് പരിഗണിക്കുന്നത്, അതായത് കൗമാരക്കാരിൽ നൽകേണ്ട കുത്തിവെപ്പ്. അത് നമുക്ക് അടുത്തൊരു ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യണം, കാരണം അത് വലിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. അപ്പൊ കൗമാരക്കാർക്ക് എന്തൊക്കെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് പറയാം. അപ്പൊ ഇത്രയാണ് ഗവൺമെന്റ് പ്രൈവറ്റ് വാക്സിൻസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് വരുന്നത്. അപ്പം ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എഴുതി ചോദിക്കാം. അതുപോലെ
ഇത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പാരന്റിങ് ജേർണിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മളിനി വരുന്ന ഒരു 6 മാസത്തിൽ ഒരു പാരന്റിങ്ങിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്യുന്ന സെഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകൾ ഉണ്ടാവുന്നത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അത് റെഗുലർ ആയിട്ട് തന്നെ ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ കിഡ് ഡോക്ടർ എന്നുള്ള ആ ചാനലിൽ കിട്ടും. ഇൻസ്റ്റഗ്രാമിൽ അത് നോക്കിയാൽ കാണാൻ പറ്റും. ഡോക്ടർ ഹാരിസ് മാടമ്പാട്ട് എന്നാണ് ഇൻസ്റ്റഗ്രാം ID. അപ്പോൾ അതിൽ നോക്കുക.